ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത ഒരു സെറ്റിലെ അവസാനത്തെ ഐറ്റമായ ഒരു മാലയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള ബീഡ്സാണിത്. ഷുഗർ ബീഡുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളർ ഒരു ബീഡ്, കുന്തൻ സ്റ്റോണ്, പിന്നെ ബ്ലൂ കളർ ബീഡുണ്ട്, രണ്ട് സൈസിലുള്ള ബ്ലൂ ഉണ്ട്. അതിനു വേണ്ടിയുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. 2 സൂചിയിലായിട്ടാണ് നമ്മൾ കോർക്കുന്നത്. കുന്തൻ സ്റ്റോണിൻ്റെ ഏറ്റവും വലിയ കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ഹോളുണ്ട്. 2 സൈഡിലൂടെയും ഓരോ സൂചി വെച്ചിട്ട് കോർക്കുന്നുണ്ട്. ആദ്യം ഒന്ന് നൂല് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റോണിൽ കോർത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലോടൊന്ന് കോർത്തെടുക്കുക. അപ്പോൾ അവിടെ ലോക്കായി കിടക്കും. ഈ കുന്തൻ സ്റ്റോൺ, ഈ വലിയ കുന്തൻ സ്റ്റോൺ ചെയ്യുന്ന ലോക്കറ്റായിട്ടാണ് ചെയ്യുന്നത്. അടുത്ത നൂലും അതുപോലെ കെട്ടിക്കൊടുക്കണം. 2 നൂലും നന്നായിട്ടൊന്ന് കെട്ടിയിടുകയും ചെയ്യണം. ബാലൻസ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലോക്കറ്റ് കുന്തൻ സ്റ്റോണിൻ്റെ സൈഡിലൂടെ മൊത്തം ഒന്ന് ചെറിയ ബീഡ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗോൾഡൻ കളറും ബ്ലൂ കളറും ബീഡ് മിക്സ് ചെയ്തിട്ടൊന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കോർത്തിട്ട് അതിന് ചുറ്റൊന്ന് വെക്കണം. പശ തേച്ചിട്ട് നമുക്ക് ഒട്ടിക്കേണ്ടി വരും, അല്ലാതെ ഇങ്ങനെ കോർത്തെടുക്കാൻ പറ്റൂല. ഇത് അവസാനം വരുന്ന ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇത് നൂല് കോർത്തെടുത്തിട്ടുണ്ട്. അത് റൗണ്ട് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നിന്നിട്ടുണ്ട്, ഒരു ഓവൽ ഷേപ്പിൽ നിന്നിട്ടുണ്ട്. അതിന് ശേഷം പശ തേച്ചൊന്ന് നമുക്ക് ഒട്ടിക്കാം. പശ തേച്ചിട്ടുണ്ട്. B6000 ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിക്കാം. ബാക്കിൽ ഒരു ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുന്ന ഏറ്റവും അവസാനം ചെയ്താൽ മതി. ഇത് ആദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനം ചെയ്താലാണ് അതിൻ്റെ അടുത്ത ഭാഗത്ത് വരുന്ന ലെയറിൻ്റെ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യുന്നവർ അത് അവസാനം ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഒരു സൂചിയിലൂടെ 2 ബീഡ് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബ്ലൂ കളർ ബീഡ് 2 സൈഡിലൂടെ ഒരുപോലെയാണ് ചെയ്യേണ്ടത്. ആദ്യം 2 ഷുഗർ ബീഡ്, പിന്നൊരു ബ്ലൂ കളർ ബീഡ്, അതിന് ശേഷം ഒരു ഷുഗർ ബീഡ്, പിന്നെയും ബ്ലൂ കളർ ബീഡ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ആദ്യം 2 ഷുഗർ ബീഡ്, പിന്നെ ബ്ലൂ, പിന്നെ ഷുഗർ ബീഡ്, പിന്നെയും ബ്ലൂ. പിന്നെ അതിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് വേണം കുറച്ച് വലിയ ഗോൾഡൻ കളർ ബീഡ് ഇടുന്നത്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒരു ലോക്കായി കിടന്നോളും. വീണ്ടും നമുക്ക് ബ്ലൂ കളർ ബീഡ്, പിന്നെ ഒരു ഗോൾഡൻ ഷുഗർ ബീഡ്, പിന്നെയും ബ്ലൂ കളർ ബീഡ്. തുടക്കത്തിൽ മാത്രമേ ഇവിടെ നമ്മൾ ഷുഗർ ബീഡ് വെക്കുന്നുള്ളൂ. പിന്നെ ബ്ലൂ കളർ ബീഡിൻ്റെ ഇടയിലും ആ 2 ഭാഗത്താണ് ഷുഗർ ബീഡ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിങ്ങനെ 2 ബ്ലോക്കായിട്ടുണ്ട്. ഇതുപോലെ 3 ബ്ലോക്ക് ചെയ്യുക. 3 ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഓരോ നൂലിലുമായിട്ട് നമുക്ക് ഷുഗർ ബീഡ് 2 ഷുഗർ ബീഡ് വീതം കോർക്കുക. കുന്തൻ സ്റ്റോൺ വെക്കാൻ വേണ്ടിയിട്ടാണ്. കുന്തൻ സ്റ്റോൺ വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് 2 ഷുഗർ ബീഡ് കോർത്തിരിക്കണം. എന്നാൽ കുന്തൻ സ്റ്റോൺ നല്ല രീതിയിൽ അവിടെ സെറ്റായി നിൽക്കുള്ളൂ. കുന്തൻ സ്റ്റോൺ കോർത്തതിന് ശേഷവും 2 ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കണം. 2 നൂലിലും 2 ഷുഗർ ബീഡ് വീതം.
ഇതുപോലെ. ഇനി അതിനെ ലോക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കുക. ഈ ഒരു പാറ്റേണിലാണ് ഈ മാല ഫുള്ളായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് ചെയ്യുന്നത് ഇതേ ഒരു രീതിക്കാണ്. മൂന്ന് ബ്ലോക്കായിട്ട് ഇങ്ങനെ ചെയ്യാം. 3 ബ്ലോക്ക് ചെയ്ത് അതിന് ശേഷം കുന്തൻ സ്റ്റോൺ ഇട്ട് പിന്നെയും 3 ബ്ലോക്ക് ചെയ്ത് വീണ്ടും കുന്തൻ സ്റ്റോൺ വെക്കുക. കുന്തൻ സ്റ്റോൺ വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് പറഞ്ഞു 2 ഷുഗർ ബീഡ് വീതം 2 ലെയറിലും കോർക്കണം. കുന്തൻ സ്റ്റോണിൻ്റെ 2 സൈഡിലും ഹോളുണ്ട്. ഓരോ സൈഡിലും ഓരോ നൂല് കോർത്താൽ മതി. ഇത് മാലയുടെ ഒരു സൈഡാണ് ആയിട്ടുള്ളത്. മറ്റേ സൈഡും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. മാലയുടെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ബാക്ക് ഭാഗം ചെയ്യാൻ നമുക്ക് എടുക്കുന്നത് ഇതേ സെയിം ബീഡ് തന്നെയാണ്. കുറച്ച് വലുപ്പമുള്ള ബീഡ് ഇതുപോലെ 2 ഇതുപോലെ ചെയ്യുക. വലിയ ബീഡ് ഉപയോഗിച്ചിട്ട് ഇനി ഒരു ലെയറാക്കി ചെയ്താൽ മതി. ഇതുവരെ നമ്മൾ 2 ലെയറിലാണ് ചെയ്തത്. ഇനി നമുക്ക് ഒരു ലെയറിന് ആവശ്യം വരുന്നുള്ളൂ. വലിയ ബീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഗോൾഡൻ കളർ ബീഡ്, അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചു നിങ്ങൾക്ക് മാലയ്ക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കുക. ഞാനിവിടെ 7 ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇടയിൽ 2 ഗോൾഡൻ കളർ ബീഡ്, ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. 7 വലിയ ബീഡ് ബ്ലൂ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലായിട്ട് 2 ഗോൾഡൻ ബീഡും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവസാനം ഒരു 7 ഗോൾഡൻ കളർ ബീഡ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൊളുത്താണ് വെക്കാനുള്ളത്. കൊളുത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഞാനിപ്പോൾ 3/4 മീറ്ററോളം നീളത്തിൽ നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രേ ബാലൻസ് വന്നിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഇതിന് കണക്കാക്കിയിട്ടുള്ള നൂലെടുക്കണം, അല്ലെങ്കിൽ ജോയിൻറ്റ് വരും. ജോയിൻറ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാവും മാല. അപ്പോൾ മാക്സിമം ജോയിൻറ്റ് ഇല്ലാതെ ഇങ്ങനെ കോർക്കുക എന്നുള്ളതാണ് ഇതിലുള്ളത്. ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ മുമ്പ് എടുത്ത പോലെ തന്നെ 2 സൂചിയിൽ നൂല് കോർക്കണം. നമ്മൾ തുടക്കത്തിൽ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു നമ്മൾ കുന്തൻ സ്റ്റോണിനെ ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് എടുത്തല്ലോ, ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ടൊന്ന് അവിടെ ഒരു ജോയിൻ്റ് ആക്കുക. 2 നൂലും ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ആക്കുക. ഞാൻ പറഞ്ഞു ഫെൽറ്റ് ഷീറ്റ് ലോക്കറ്റിൻ്റെ ബാക്കിൽ അവസാനം ഒട്ടിച്ചാൽ മതി എന്ന്. അതിൻ്റെ ഉപകാരം ഇപ്പോഴാണ് നമുക്ക് കിട്ടൽ. ഇതിൻ്റെ തുമ്പ് ഭാഗം ആ ഫെൽറ്റ് ഷീറ്റിൻ്റെ ഉള്ളിലോട്ടാക്കി ഒട്ടിക്കാൻ സുഖമായിരിക്കും. ആദ്യം തന്നെ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ആ തുമ്പും അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു പോയിക്കോളും. നമ്മൾ മറ്റേ സൈഡും മുമ്പ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലോക്ക് ഇട്ടാം. ലോക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി മാലയാണിത്. കുറച്ച് സമയം എടുക്കും ചെയ്യാൻ, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഓക്കെ, താങ്ക് യു.